നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വഇദാ സല്ലൽ അബ്ദു ഫി ഗൈരി വഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്തല്ലാത്ത സമയത്ത് നിർവഹിക്കുന്നതായ ആളുകളില്ലയോ, അവന്റെ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരാൻ വേണ്ടി ശ്രമിക്കുമ്പോ യുറദ്ദു കമാ യുറദ്ദു സൗബുൽ ഖലിഫോ, അവന്റെ നമസ്കാരത്തെ ഭൂമിയിലേക്ക് മലക്കുകൾ തിരിച്ചയക്കുകയാണ്. ആകാശ ലോകത്തേക്ക് കയറുന്നില്ല. നേരത്തെ ആദ്യ വഖത്തിൽ നമസ്കരിച്ചവന്റെ നമസ്കാരം ആകാശ ലോകത്തേക്ക് കയറിയതുപോലെ ഇവന്റെ നമസ്കാരത്തിന് മുകളിലോട്ട് കയറാൻ സാധിക്കുകയില്ല. കാരണം സമയം കഴിഞ്ഞിട്ടുണ്ട്. യുറദ്ദു കമാ യുറദ്ദു സൗബുൽ ഖലിഫോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പഴയ തുണി ചുരുട്ടി വലിച്ചെറിയുന്നത് പോലെ, പഴയ തുണി കഴുകാൻ വേണ്ടി വീടിന്റെ ഒരു മൂലക്കേക്ക് വലിച്ചെറിയുന്നത് പോലെ അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ചുരുട്ടിയെടുത്ത് ഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണ്. ആ നമസ്കാരം ഭൂമിയിലേക്ക് വന്നുകൊണ്ട് അവന്റെ ഇടത് ഭാഗത്ത് നിന്നുകൊണ്ട് അവനെതിരായി ദുആ ചെയ്യുമത്രേ. ഫയദു അലൈഹി, നമസ്കരിച്ചവന് എതിരായി നമസ്കാരം തന്നെ ദുആ ചെയ്യുകയാണ്. സമയത്തല്ലാതെ നിസ്കരിക്കുന്ന സഹോദരാ സഹോദരി, നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. ആ നമസ്കാരം പഴന്തുണി ചുരുട്ടിയെറിയുന്നത് പോലെ മലക്കുകൾ ഭൂമിയിലേക്ക് എറിയുകയാണ്. ആ നമസ്കാരം വന്നുകൊണ്ട് നിനക്കെതിരായി ദുആ ചെയ്യുമത്രേ. ലയ്യാകല്ലാഹു കമാ ലയ്യാതനി, നമസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ എന്ന് നമസ്കാരം നിനക്ക് എതിരായി ദുആ ചെയ്യുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നിന്നെ പാഴാക്കട്ടെ, നിനക്ക് ദാരിദ്ര്യം അല്ലാഹു നൽകട്ടെ. എത്ര വർഷം കഴിഞ്ഞാലും ഒരു വീട് വെക്കാനുള്ള അവസരം അല്ലാഹു നിനക്ക് നൽകൂല. എത്ര വർഷം കഴിഞ്ഞാലും നിന്റെ കടബാധ്യതകൾ എടുത്തു മാറ്റൂല. എത്ര വർഷം കഴിഞ്ഞാലും നീ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കുകയില്ല. എത്ര വർഷം കഴിഞ്ഞാലും നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായി തന്നെ നീ നിലകൊള്ളും. കാരണം നിനക്കെതിരെ ദുആ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, നമസ്കാരം തന്നെ നിനക്കെതിരെ ദുആ ചെയ്തിരിക്കുന്നു. കാരണം നിന്റെ നിസ്കാരം സമയത്തല്ല സമയത്ത് നിർവഹിക്കുന്നതിലാണ് വില. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തോന്നുമ്പോൾ നിസ്കരിച്ച ഒരു കാര്യമില്ല എന്നർത്ഥം. ഒരു കാര്യമില്ല, നിസ്കരിച്ചു എന്ന് പറയാം. അള്ളാഹ്ക്ക് വേണ്ട നിസ്കാരം, അത് കബൂലായിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. യാത്രയാണ്, ദീർഘദൂര യാത്ര. യാത്രയുടെ ദൂരം അറിയാമല്ലോ. അത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തു എങ്കിൽ നിങ്ങൾക്കൊരിളവുണ്ട്. ഇനി രോഗിയാണ്, അവനൊരിളവുണ്ട്. അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയി രോഗാതുരമാകുന്ന അവസ്ഥയിൽ കിടക്കാൻ. പക്ഷെ നിസ്കാരത്തെ പിന്തിപ്പിക്കുക, ഒരു കാര്യമില്ലാതെ പിന്തിപ്പിക്കുക വളരെ വിഷയമാണ്. അള്ളാഹു ആ നിസ്കാരത്തെ സ്വീകരിക്കില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈലത്തുൻ നുസ്രിയ ബീന സമാ റഅയ്തു ഖൗമാ തുറളഹു റൂസഹും ബിസഖരി കുല്ലമാ റുദിഖത് ആദത് ഇലാ മാ കാനത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നെ ആകാശരോഹണം നടത്തിയതായ ഇസ്രാ മിഅ്റാജിന്റെ രാവിൽ ഒരു വിഭാഗം ആളുകളെ ഞാൻ എന്നെ കണ്ണുകൊണ്ട് കാണുകയാണ്. ലൈലത്തുൻ നുസ്രിയ ബീന സമാ റഅയ്തു ഖൗമാ തുറളഹു റൂസഹും ബിസഖരി, പാറക്കല്ലിന്റെ ചീളുകെടുത്തുകൊണ്ട് തലയിലടിച്ചുകൊണ്ട് തലയിൽ പൊട്ടിച്ചുകൊണ്ട് തലയിൽ നിന്ന് രക്തം പുറത്തേക്ക് നിർഗളിക്കുന്നതായ ഒരു വിഭാഗത്തെ ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടുപോയി. സ്വാബ പാറക്കല്ലിന്റെ ചീള് വലത് കൈ കൊണ്ട് കയ്യിലെടുത്ത് തലയിലേക്ക് അടിക്കുകയാണ്. തല പൊട്ടുകയാണ്, രക്തം ചീന്തുകയാണ്. സുബ്ഹാനല്ലാഹ്. കുല്ലമാ റുദിഖത് ആദത് ഇലാ മാ കാനത്, തലയിലേക്ക് കൂർത്തതായ
വലുതാകുന്ന കല്ലിന്റെ ചീളുകൾ കൊണ്ട് ആഞ്ഞാനിടിക്കുമ്പോ രക്തം പുറത്തേക്ക് ചീന്തുകയാണ്, രക്തം പുറത്തേക്ക് ഒമിഞ്ഞൊഴുകുകയാണ്. അങ്ങനെ അവര് മരണത്തേക്ക് മല്ലടിക്കുകയാണ്, മരിച്ചു വീഴുകയാണ്. സ്വഹാബ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും അവരിലേക്ക് ആത്മാവ് ഊതപ്പെടുകയാണ്. വീണ്ടും അവരുടെ കയ്യിലേക്ക് പാറക്കല്ലിന്റെ ചീള് കൊടുക്കുകയാണ്. വീണ്ടും അവർ തലയടിച്ച് പൊട്ടിക്കുകയാണ്. വീണ്ടും അവർ മരണത്തിലേക്ക് വഴുതി വീഴുമ്പോ വീണ്ടും മരണത്തിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് അവർ വീണ്ടും ആത്മാവ് വേർപെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവർക്ക് ആത്മാവിനെ നൽകുകയാണ്. ഇങ്ങനെ തുടരെ തുടരെ ശിക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു വിഭാഗത്തെ ഞാൻ ഇസ്റാ മിഅ്റാജ് രാവിൽ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫഖുൽതു ലിജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ കൂട്ടർ, ആരാണ് ജിബ്രീലേ ഈ കൂട്ടർ? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് മറുപടി നൽകുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, റൂസഹും അനിസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഖൈറും മിനൻ നൗം. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ഉറക്കിനേക്കാൾ ഉത്തമമാണ് നമസ്കാരമെന്ന് പള്ളിയുടെ മിനാരംഗങ്ങളും ശ്രവണസുന്ദരമായ പാങ്കുലുകൾ മുഴങ്ങിയിട്ട് കൂട്ടായി പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന പഹല്ലുകളിൽ നിന്ന് മനോഹരമാകുന്ന ശ്രവണസുന്ദരമായ കലയൊളി കൊണ്ടിട്ട് പോലും അവൻ പാങ്ക് വിളിക്ക് ഉത്തരം നൽകാത്തവനാ. അല്ലദീന തതസാഖലൂന റൂസുഹും, അനിയാവൽ നമസ്കരിക്കാതെ കള്ളുകുടിച്ചും വ്യഭിചരിച്ചും സിനിമ കണ്ടും സീരിയൽ കണ്ടും മോശപ്പെട്ട റീൽസുകൾ നടത്തിയും മനുഷ്യപ്പെട്ടതാകുന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൂടെ കൂട്ടുകാരുമായി ചാറ്റിംഗ് നടത്തിക്കൊണ്ടും ഫേസ്ബുക്കിലൂടെ മറ്റുള്ളവരുമായി മെസ്സഞ്ചറിലൂടെ ചാറ്റിംഗ് നടത്തി വാട്സാപ്പിലൂടെ വീഡിയോ കോളുകൾ ചെയ്ത് അന്യരാകുന്ന പരപുരുഷന്മാരുമായി രാത്രിയും പകലും എന്ന് വേണ്ട ജീവിതത്തെ ഹോമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ സമൂഹമില്ലേ? അല്ലാഹുവിന്റെ നമസ്കാരത്തെ ഭാരമായി കണ്ടവരില്ലേ? ആ ഭാരമായി കണ്ടവരുടെ തലകൾ അടിച്ചു പൊട്ടിക്കുകയാണ് അവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ദുനിയാവിലെ നമസ്കാരത്തെ ഭാരമായി കണ്ടവരില്ലേ? നമസ്കാരത്തെക്കാൾ വലുത് തിയേറ്ററായി കണ്ടവരില്ലേ? നമസ്കാരത്തെക്കാൾ വലുത് ജുമായുടെ സമയത്ത് റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് പോയവരില്ലേ? മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് സമയങ്ങളെ കൊന്നുകളഞ്ഞതായ ആളുകളില്ലേ? വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അനാവശ്യമാകുന്ന ചാറ്റിങ്ങുകൾ നടത്തിക്കൊണ്ട് നിലകൊണ്ടവരില്ലേ? നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുന്ന സമയത്ത് ടിവിയുടെ വോളിയം പോലും കുറച്ചു വെക്കാതെ പരിപൂർണമായി സിനിമ കണ്ട് ആസ്വദിച്ചതായ സഹോദരിമാരില്ലേ, സഹോദരങ്ങളില്ലേ? അവരാണ് കൈകളിലേക്ക് പാറക്കല്ലിന്റെ ചീള് കൊടുത്ത് തലയടിച്ച് പൊട്ടിച്ചുകൊണ്ട് നരകയുമാകുന്ന വേദന അനുഭവിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. പറഞ്ഞ നിസ്കാരത്തിന് മടി കാണിക്കുന്നവർ അവർക്ക് വലിയ നാശാണല്ലോ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ജനങ്ങൾക്ക് ആവശ്യമുള്ളതാകുന്ന ഘടകങ്ങളെ തടഞ്ഞു വെക്കുകയും അവർക്ക് വേണ്ടുന്ന വസ്തുക്കളെ കൊടുക്കാതിരിക്കുകയും ഈ ദുനിയാവിൽ നമസ്കാരത്തെ അലസത വെച്ചുകൊണ്ട് മടി വെച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്തതായ ആളുകളില്ലേ? അവർക്ക് നരകമാണ്, നരകമാണ്, നരകമാണുള്ളതെന്ന് വിശുദ്ധമായ ഖുർആൻ. അവർക്ക് അല്ലാഹു നരകം നൽകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നേരത്തെ പറഞ്ഞത് ഖബറിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള ശിക്ഷയാണ്.
നബി തങ്ങൾ ഖബറിൽ കണ്ടതാണ് പാറക്കല്ലുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നത്. ഇപ്പൊ പറയുന്നത് അവിടുന്ന് തീർന്നില്ല, വീണ്ടും നരകത്തിലേക്കാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അവർക്ക് നൽകുന്ന നരകത്തിന്റെ പേരാണ് സഖർ. നിസ്കരിക്കാത്തവനുള്ള പേരെന്താണ്? ഇപ്പോഴേ പഠിച്ചു വെച്ചോ. അപ്പൊ നാളെ ചെന്ന് കഴിഞ്ഞാൽ വേണ്ട തുറന്നു നോക്കുമ്പോഴേ നമ്മുടെ വീട് സഖറല്ലേ, ഇതാ നമ്മുടെ വീട്, വേഗം കയറാം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നിസ്കരിക്കാത്തവർക്ക് നൽകപ്പെടുന്നതായ ഭവനമാണ് സഖർ, നരകത്തിന്റെ പേരാണ്. ജഹന്നം എന്ന നരകമുണ്ട്, ഹുത്തമയുണ്ട്, ഹാവിയയുണ്ട്, ജഹീമുണ്ട്, ലലായുണ്ട്. അതുപോലെയുള്ളതാകുന്ന ഒരു നരകമാണേത്, ഏത്? സഖർ. ഖുർആൻ പറയാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാലകും ലാ സഖർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സഖർ എന്ന് പറയുന്നതായ നരകത്തിൽ നിങ്ങൾ പ്രവേശിച്ചത് എന്ന് ചോദിക്കുമ്പോ അവർ വിളിച്ചു പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതൈമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين حتى أتانا اليقين. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ ഒരു വിഭാഗം ആളുകളെ സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കുകയാണ്. അത് കണ്ടുകൊണ്ടവരുടെ കൂട്ടുകാർ, ദുനിയാവിൽ അവരോടൊപ്പം ചേർന്നതായ സ്വാലിഹീങ്ങളായ ആളുകൾ, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയതായ മുത്തഖീങ്ങൾ, ദുനിയാവിലുള്ള സാദാത്യങ്ങൾ, സ്വാലിഹീങ്ങൾ, സലഫു സ്വാലിഹീങ്ങൾ, അവർ ചോദിക്കുമത്രേ മാലക്കും ഫീ സഖർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് പ്രവേശിച്ചത്, എന്തുകൊണ്ടാണ്? ഒന്ന് പറയുമോ സഹോദര? കൂട്ടായി അരയാൻ കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയതാകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ നിങ്ങളോട് നമസ്കാരമുള്ള കൂട്ടുകാർ ചോദിക്കുമത്രേ മാലക്കും ഫീ സഖർ, എന്തുകൊണ്ടാണ് ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം? അപ്പോൾ പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. ദുനിയാവിലെ കള്ള് കുടിച്ചും ലഹരി നുണഞ്ഞും കഞ്ചാവടിച്ചും MDMA ചവച്ചരച്ചും LSD അടക്കമുള്ളതാകുന്ന ഉപയോഗങ്ങളുമായി മയക്കുമരുന്നിന് അടിമപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നടന്നുപോയവരാ, സിഗരറ്റ് വലിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ തള്ളി നീക്കിയവരാ, നമസ്കാരങ്ങളെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. ഒരൊറ്റ ജുമാക്കോ ജമാഅത്തിനോ ഞങ്ങൾ പോയില്ല. കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ വീട്ടിലിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പള്ളികൾ തുറക്കപ്പെട്ടിട്ടും ഒരു ജമാഅത്തിനോ ഒരു ജുമാക്കോ ഞങ്ങൾ പോയിട്ടില്ല. വീടിന്റെ അകത്തളങ്ങൾ പോലും നമസ്കാരം ഞങ്ങൾ ചിട്ട വച്ചിട്ടില്ല. ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരല്ല. വലം നകു നുതൈമുൽ മിസ്കീൻ, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകാൻ പോലും ഞങ്ങളെ തയ്യാറായിട്ടില്ല. കൂട്ടായി അരയാൻ കടപ്പുറത്ത് എത്രയോ പാവങ്ങളുണ്ട്, എത്രയോ പാവങ്ങളുണ്ട്. തന്നേക്കാൾ പട്ടിണി കിടക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. അവരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അയൽവാസിയാകുന്ന പാവപ്പെട്ടതാകുന്ന മക്കൾ വീട്ടിലേക്ക് വരുമ്പോ മനോഹരമാകുന്ന ഭക്ഷണങ്ങൾ വീട്ടിൽ തന്നെ കുടുംബത്തോടൊപ്പം കഴിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിക്കുന്നതായ ചില ഉപ്പമാരുണ്ട്, ചില സഹോദരിമാരുണ്ട്. അയൽവാസികളാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരന്റെ മക്കളെ അവരുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നവരുണ്ട്. ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോ നീ തിരിച്ചു വയ്ക്കോ എന്ന് പറയുന്നതായ മോശപ്പെട്ട വർത്തമാനമില്ലേ, അതൊരു മുസ്ലിമിനെ ചേർന്നതല്ല. ഒരു കുട്ടിയോട് പോലും അങ്ങനെ പെരുമാറരുതേ. വിശുദ്ധമായ ഇസ്ലാം വലം നകു നുതൈമുൽ മിസ്കീൻ വലം നകു നുതൈമുൽ മിസ്കീൻ
ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പോലും ഞങ്ങൾ തയ്യാറായിട്ടില്ല. എല്ലാ നന്മകളെയും എതിർക്കുന്നവരായി ഞങ്ങൾ നടക്കുകയാണ്. സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി ഞങ്ങൾ നടന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ നമസ്കാരമില്ല. ഞങ്ങളൊരു പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയിട്ടുമില്ല. ഒരു നിരാലംബർക്കും അവലംബമായിട്ടില്ല. ഒരു നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തിട്ടില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകذിബു യൗമിദ്ദീൻ. ആഖിറത്തെ കളവാക്കിക്കൊണ്ട് ഞങ്ങൾ നടന്നവരാണ്. പാരത്രികമാകുന്ന ലോകത്തെ കളവാക്കിക്കൊണ്ട് നടന്നവരാണ്. നമസ്കാരങ്ങളെ ചിട്ടവെക്കാത്തവരാണ്. നോമ്പുകൾ നോറ്റുവീട്ടാത്തവരാണ്. പാവങ്ങളുടെ കണ്ണീരപ്പാത് നടന്നുപോയവരാണ്. വിശുദ്ധമായ റജബും ശഅബാനും ഞങ്ങൾ കടന്നു വന്നിട്ട് ഒരു നോമ്പ് പോലും ഞങ്ങൾ നോറ്റിട്ടില്ല. ഒരു സക്കാത്ത് പോലും കൊടുത്തിട്ടില്ല. ഒരു പാവപ്പെട്ടവന്റെ കണ്ണീര് പോലും ഞങ്ങൾ ഒപ്പിയിട്ടില്ല. ഹറാമ കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്നവരാണ്. കള്ളു കുടിച്ചുകൊണ്ട് പോയവരാണ്. കൂട്ടുകാര് മോശമായിരുന്നു. ആ കൂട്ടുകെട്ടുമായി ഞങ്ങൾ നടന്നുപോയി. വകുന്നാ നുകذിബു ബിയൗമിദ്ദീൻ. പ്രതിഫലം കൊടുക്കപ്പെടുന്നതായ ദിവസം എന്ന് പറയുന്ന ലോകാവസാനത്തെ പറ്റി, ഖിയാമത്ത് നാളിനെ പറ്റി ഞങ്ങൾ കളവാക്കിക്കൊണ്ട് നടന്നുപോയവരാണ്. അങ്ങനെ ഒരു ജീവിതമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. മുലിയാക്കന്മാര് പടച്ചു പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അലിമീങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാ. മുത്തല്ലിമീങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാണ്. ഉമറാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാണ്. സജ്ജനങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാ. ഖുർആനിനും ഹദീസിനും എതിരെയുള്ള ജീവിതം നയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയവരാണ്. അല്ലാഹ് ഹത്താ അതാനൽ യഖീൻ. അങ്ങനെ ഞങ്ങൾ നിലകൊള്ളുമ്പോ മരണം ഞങ്ങളെ പിടികൂടുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമും കൂട്ടാളികളും കടന്നു വന്നുകൊണ്ട് അരയാൻ കടപ്പുറത്തുള്ള കൂട്ടായിലുള്ള പാവപ്പെട്ട മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയാണ്. ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യാതെ മോശപ്പെട്ട പ്രവണതയുമായി നടന്നു നീങ്ങവനാ. കൈകാലിട്ടടിക്കുകയാണ്. തിരിച്ചു വിടാൻ വേണ്ടി പറയുകയാണ്. ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. ഫമാ തൗഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ഈ ദുനിയാവിൽ ഒരു കേസ് ഉണ്ടാകുമ്പോ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന എംഎൽഎമാരുണ്ട്, എംപിമാരുണ്ട്, മന്ത്രിമാരുണ്ട്, തന്ത്രിമാരുണ്ട്, ആലിമീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്. ഈ ദുനിയാവിൽ ഒരു പ്രതിസന്ധി വരുമ്പോ നിന്നെ ഇറക്കിക്കൊണ്ടുവരാൻ പഞ്ചായത്ത് മെമ്പറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാ വിഷയങ്ങളിലും നിനക്ക് ഒപ്പം നിന്നതായ ആളുകളുണ്ട്. പക്ഷെ ആഖിറത്തിൽ നിന്നെ രക്ഷിക്കാൻ ഒരാള് പോലും തുണയില്ല, തുണയില്ല. ഫമാ തൗഫഉഹും ശഫാഅത്തു ശാഫിഈൻ ഫമാ ലഹും അനി തദ്കിറതി മുഅ്രിദീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഈ ദുനിയാവിൽ ആഖിറത്തെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചവരെ, നമസ്കാരം ചിട്ടവെക്കാത്തവരെ, പരലോക ജീവിതത്തിന്റെ ധന്യമാക്കപ്പെട്ട മുഹൂർത്തങ്ങൾ നിനക്ക് സമ്മാനിക്കാൻ, അല്ലാഹയെ നേരിട്ട് കാണാൻ നിന്നെ കൈവെള്ളയിലേക്ക് മുത്തുനബി പരിശുദ്ധമായ മെഹറാജ് രാവിൽ പോയി നിനക്ക് കൊണ്ടുവന്ന നമസ്കാരത്തെ തൃണവൽഗണിച്ചവരല്ലേ, കള്ളുകുടിച്ചവരല്ലേ, ലഹരി നുണഞ്ഞവരല്ലേ, കള്ളുകുടിച്ച് മതോന്മത്തനായി വീടിന്റെ അകത്തളത്തിൽ വന്ന് പ്രിയപ്പെട്ട ഭാര്യയെ അടിച്ചവരല്ലേ, ശകാരിച്ചവരല്ലേ, മക്കളെ ഉപദ്രവിച്ചവരല്ലേ, മാതാപിതാക്കളെ വൃദ്ധസനത്തിൽ തള്ളിയിട്ടവരല്ലേ, ആഖിറത്തെ ചിന്തിക്കാതെ പരലോകത്തെ ഗൗനിക്കാതെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലേ. അനുഭവിക്കടാ, നിനക്ക് ഒരാള് പോലും തുണയില്ല, തുണയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഈ ദുനിയാവിൽ ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് ആഖിറത്തിൽ തുണയില്ല. ചങ്ക് ബ്രോയായിട്ട് നിന്ന കൂട്ടുകാരനാ. ഒരുപാട് സിനിമകൾ അവനുമായി തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഒരുപാട് ബീവറേജിന്റെ മുന്നുകളിൽ പോയി അവനുമായി ക്യൂ നിന്നുകൊണ്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് ഓരോ മറയിലിരുന്നു കൊണ്ടടിച്ചവനാണ്. ഒഴിഞ്ഞുള്ളതാകുന്ന കടകളുടെ പിന്നിൽ, ഓട്ടോ സ്റ്റാൻഡിന്റെ മറവിൽ, മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരെ കാണാതെ, മറ്റുള്ളതാകുന്ന കുടുംബക്കാര് പോലും അറിയാതെ രാത്രിയെ മറയാക്കി കട
കടപ്പുറത്ത് വന്നിരുന്നു കൊണ്ട് കണ്ണു കുടിച്ചവനല്ലേ, മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടു തീർത്തവനല്ലേ, നിനക്കൊരു രക്ഷയുമില്ല. നമസ്കാരത്തെ ചിട്ടവെക്കാതെ ഈ ദുന്യാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പാതെ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലേ. ഫമാ തൻഫഉഹും ശഫാഅതു അശ്ശാഫി ഫമാ ലഹും അനി തദ്കിറതി മുഅ്രിദീൻ. നിന്നെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നിനക്ക് നൽകുന്ന നരകമാണ് നിസ്കരിക്കാത്തവന് നൽകുന്ന നരകം സഖർ. മനസ്സിലാക്കിക്കോ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരടിമ നമസ്കാരം അവ്വൽ വഖത്തിൽ നമസ്കരിച്ചാൽ ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വൽ വഖതിഹാ സഅദത ഇല സമാ. നീ നമസ്കാരം ആദ്യ വഖത്തിലാണ് നിർവഹിക്കുന്നത് എങ്കിൽ നിസ്കാരത്തിൽ നിന്ന് നീ സലാം വീട്ടിയാൽ ഉടനെ നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. 7 ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് നിന്റെ നമസ്കാരം എത്തുമേ. ഫയദഉ ലഹു, അവൻ അനുകൂലമായി റബ്ബിന്റെ സവിധത്തിലെത്തിയിട്ട് ദുആ ചെയ്യും. ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ, നമസ്കാരമാകുന്ന എന്നെ നീ സംരക്ഷിച്ചതുപോലെ, സമയത്ത് നിർവഹിച്ചതുപോലെ അല്ലാഹു നിന്നെയും കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് നമസ്കാരം അനുകൂലമായി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ സഅദത ഇല സമാ യുറദ്ദു കമാ യുറദ്ദുൽ ഖലീഫു സൗബു. ആദരവായ പ്രവാചകൻ പറയുകയാണ്, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്ത കച്ചവടക്കാരില്ലേ, ബിസിനസ്സുകാരില്ലേ, മുതലാളിമാരില്ലേ, സമ്പത്ത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്നവരില്ലേ, നമസ്കാരങ്ങളെ ലാഘവത്തോടെ കാണുന്നതായ ആളുകളില്ലേ, സഹോദരിമാരില്ലേ, ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് നിദാനമായി നാളെ പടച്ചറപ്പിനെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് കാണാനുള്ള അവസരമായി അല്ലാഹു നിന്റെ കൈവെള്ളയിലേക്ക് പ്രവാചകൻ മുഖേന നൽകിയതായ നമസ്കാരത്തെ നിസാരവൽക്കരിക്കുന്നതായ ആളുകളില്ലേ. ആൺമക്കളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടാതെ, വാപ്പയും മകനും പള്ളിയിലേക്ക് ജമാഅത്ത് ശ്രദ്ധിക്കാതെ, ഉമ്മയും മകളും വീടിന്റെ അകത്തളങ്ങളിൽ അവ്വൽ വഖത്തിൽ നമസ്കാരം ശ്രദ്ധിക്കാതെ, കാണുന്ന സർവ്വ കല്യാണങ്ങൾക്കും പേക്കൂത്തുകൾക്കും സിനിമാറ്റിക് ഡാൻസുകൾക്കും നടന്നു പോകുന്നതായ സഹോദരിമാരില്ലയോ, മോശപ്പെട്ടതാകുന്ന ചാറ്റിങ്ങും ചെയ്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന നമസ്കാരത്തെ കളഞ്ഞു കുളിക്കുന്നതായ മുസ്ലിം അംഗമാരില്ലേ, സഹോദരിമാരില്ലേ, ഭർത്താവില്ലാതെ വരുന്ന സന്ദർഭത്തിൽ കടലിന്റെ ആഴിയിലേക്ക് മത്സ്യത്തിന് വേണ്ടി പോകുന്നതായ ഭർത്താവ് തന്റെ വീട്ടിൽ നിന്ന് വലയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ മറ്റുള്ള പരപുരുഷന്മാരെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റാൻ താല്പര്യപൂർവ്വം ഒരുമ്പെട്ടിരിക്കുന്നതായ സഹോദരിമാരെ, ഹറാമല്ലേ, ഹറാമല്ലേ. നമസ്കാരങ്ങളെ ചിട്ടവെക്കാതെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അവരുമായി വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യാനും അവരുമായി മോശപ്പെട്ടതാകുന്ന ബന്ധം വെച്ചുകൊണ്ട് നിലകൊള്ളാനും നിന്റെ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും വലിയ പാതകമാണ്, പാതകമാണ്. തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ, തനിക്ക് വേണ്ടി ജീവൻ നൽകുന്നതായ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യ വലിയ സ്നേഹത്തോടുകൂടി വീടിന്റെ അകത്തലങ്ങളിൽ ഖുർആനും നിസ്കാരവും ഇബാദത്തുമായി കഴിഞ്ഞോടുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോയതാകുന്ന ഭർത്താവ് അബൂദാബിയിലും യുഎഇയിലും പല പ്രവിശ്യകളിലും ബഹ്റൈനിലും ഖത്തറിലും ഒമാനിലും സൗദിയിലും അടക്കം പല രാജ്യങ്ങളിലും മോശപ്പെട്ടതായ ജീവിതം നയിക്കുന്നവരില്ലയോ, ഹറാമായ ജീവിതം നയിച്ചു പോകുന്നതായ ഭർത്താക്കന്മാരില്ലയോ. നഊദു ബില്ലാഹ്. നിനക്ക് വേണ്ടിയിട്ടാണ് ഭാര്യ നോമ്പുകൾ നോറ്റ് വീട്ടിയത്, നിനക്കെന്തോ ശ്വാസം മുട്ട് ചോരിക്കടയിൽ വന്നു എന്നറിഞ്ഞപ്പോ പെടയുന്ന ഹൃദയവുമായി തപിക്കുന്ന ചുണ്ടുകളുമായി അള്ളാഹുവിന്റെ മുന്നിൽ ദിക്ർ
ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടതായ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹം നീ മറന്നു പോകല്ലേ, മറന്നു പോകല്ലേ. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഒക്കെ നിനക്ക് വേണ്ടി നോമ്പ് നോറ്റ് നേർച്ച നേർന്നുകൊണ്ട് നിലകൊണ്ടതാകുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹം അറിയാതെ പോകല്ലേ. നമസ്കാരങ്ങൾക്ക് ശേഷം അവളുടെ പ്രാർത്ഥന തന്നെ, എന്റെ ഭർത്താവിന് ആഫിയത്ത് നൽകണേ അല്ലാ, എന്റെ ഭർത്താവിന് ദീർഘായുസ്സ് കൊടുക്കണേ നാഥാ. കടലിന്റെ അടിയിലേക്ക് പോയതാകുന്ന സഹോദരനാണ്. പടച്ച റബ്ബേ, നീയാണ് തുണ, നീയാണ് രക്ഷകൻ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ മറയാക്കി അവരുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ 4-5 പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ട ഭാര്യയെ മാറ്റിയിട്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ താല്പര്യപ്പെട്ടിരിക്കുന്നതായ അരേങ്കടപ്പുറത്തുള്ളതായ ചെറുപ്പക്കാരാ, ഭർത്താവേ, നമസ്കാരങ്ങളെ ചിട്ടവെക്കാതെ മറ്റുള്ള പരസ്ത്രീകളുമായി സൊല്ലിക്കൊണ്ടിരിക്കുന്നതായ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ സ്വല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ, തോന്നുമ്പോൾ നമസ്കരിക്കുന്നവനാണ്. തന്റെ ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം, കല്യാണത്തിന്റെ അരങ്ങുകൾ പേക്കൂത്തുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ നമസ്കരിക്കും എന്നതാകുന്ന മൈൻഡാണ് എങ്കിൽ നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. നിന്റെ നിസ്കാരമൊന്നും അല്ലാഹ്ക്ക് ആവശ്യമില്ല. ഇവിടെ സാലിഹീങ്ങളായ എത്ര ആളുകൾ ഇവിടെ ഉണ്ട്. കാരണം എന്ത്? നിസ്കാരം എന്ന് പറയുന്നത് എന്താ? ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ, സമയബന്ധിതമാണ് നമസ്കാരം. സമയത്ത് നിർവഹിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാ. സമയത്ത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ആ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. സമയത്ത് നിസ്കരിച്ചില്ല ആ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട. ആർക്കാ ഇത് വേണം? അടുത്തോണ്ട് വയ്ക്കോ? അല്ലാഹ്ക്ക് വേണ്ട നിന്റെ നിസ്കാരം. നിന്റെ നിസ്കാരം കൊണ്ട് പടച്ചവൻ എന്തെങ്കിലും ഉയരാനുണ്ടോ? നബിക്ക് എന്തെങ്കിലും ദറജ ഉയരാനുണ്ടോ? ഏതെങ്കിലും സ്വഹാബത്തിന് ഉയരാനുണ്ടോ? ഏതെങ്കിലും ഉലമാക്കൾക്ക് നേട്ടമുണ്ടോ? ഒരു നേട്ടമില്ല. നീ നിസ്കരിച്ചാൽ നിനക്ക് കൊള്ളാം, നീ നിസ്കരിച്ചാൽ നിനക്ക് കൊള്ളാം. ഓരോരുത്തർക്കും അവന്റെ മേൽ നിർബന്ധമായതാണ്, ഫർള് ഐനാണ് നിസ്കാരം. മനസ്സിലാക്കിയ ഒരാള് ചെയ്തില്ല എന്ന് വെച്ച് അവനെ അതിന് നാശമുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഒരു കുഴപ്പമില്ല. വാപ്പ ചെയ്തില്ലെങ്കിൽ മകനെ ശിക്ഷിക്കൂല. ഈ വിഷയത്തിൽ വാപ്പ ചെയ്തില്ലെങ്കിൽ വാപ്പായെ ശിക്ഷിക്കുള്ളൂ, മകൻ ചെയ്തില്ലെങ്കിൽ മകനെ ശിക്ഷിക്കുള്ളൂ, ഉമ്മ ചെയ്തില്ലെങ്കിൽ ഉമ്മയെ ശിക്ഷിക്കുള്ളൂ. മറ്റൊരാളുടെ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ മേലും അടിച്ചേൽപ്പിക്കൂല, ഒരു വ്യക്തിയുടെ മേൽ അടിച്ചേൽപ്പിക്കൂല. പാപ്പ നിസ്കരിക്കാതെ കവട്ട അടിച്ച് നടന്നോ, കാട്ടറായി അടിച്ച് നടന്നോ, മകൻ MDMA അടിച്ച് നടന്നോ, LSD അടിച്ച് നടന്നോ, ലഹരി ഉപയോഗിച്ചോ, എന്നാൽ ശിക്ഷ മകനാണ്, അപ്പക്കല്ല. കാര്യമൊന്നുമില്ല. അവനേതെങ്കിലും വലയുടെ ഇടയിൽ പോയിരുന്നിട്ട് ഏതെങ്കിലും വള്ളത്തിന്റെ അടിയിൽ പോയിരുന്നിട്ട് സാധനം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വാർട്ടർ എല്ലാ ദിവസവും സാധനം അടിക്കും, കൈ പറയ്ക്കാതിരിക്കാൻ അടിച്ചുകൊണ്ടിരുന്നു. നിനക്കേ അതിന്റെ ശിക്ഷയുള്ളൂ, അതിന് വേറൊരാൾ അതിന്റെ ശിക്ഷ നിനക്കൊപ്പം ചേരൂല. മനസ്സിലായിക്കോ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പറയുന്നതൊക്കെ നിസ്കരിക്കുന്നവന്റെ കാര്യം കേട്ടോ. നിസ്കാരമുണ്ട് പക്ഷെ സമയത്തല്ല, അവന്റെ നിസ്കാരത്തിന്റെ കാര്യം പറയുന്നത്. അത് അള്ളാഹ്ക്ക് വേണ്ടാന്ന്. നിസ്കരിക്കാതെ നടക്കുന്ന ചില കൗമുണ്ട്, തീരെ നിസ്കാരം ഇല്ല, അവന്റെ കാര്യം ഇവിടെ നമുക്ക് ചർച്ചയില്ല. ഖലാസ്, അവനെ 7-ാം കടലിലേക്ക് എടുത്ത് എറിയാണ്. അവന്റെ കാര്യം തന്നെ ഇവിടെ ചർച്ചയില്ല. കാരണം സ്വഹാബത്തിന്റെ ഇടയിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ ഏറ്റവും വലിയ കാഫിർ, പച്ച കാഫിറായിട്ടാണ് സ്വഹാബത്ത് പരിചയപ്പെടുത്തിയത്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. നിസ്കാരം ഇല്ലാത്തവനെ കുറിച്ച് ചർച്ചയേ ഇല്ല. ജുമായ്ക്ക് പള്ളി വരുത്തില്ല, ജമാഅത്തിനും ഇല്ല, അങ്ങനത്തെ ഒരു വ്യക്തി കാഫിറാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പള്ളി കണ്ടിട്ട് പോലും ഇല്ല, അങ്ങനത്തെ ചീമുണ്ട്. പെരുന്നാളിൽ മാത്രമേ വരുള്ളൂ. അന്ന് ഭയങ്കര സ്റ്റൈലിൽ കുളിച്ചൊരുങ്ങി വരും. ബാക്കിയുള്ള ഒരൊറ്റ ജുമായ്ക്കും ഇല്ല, ജമാഅത്തിനും ഇല്ല. പിന്നെന്ത് മുസ്ലിമാ? റമദാൻ വരുമ്പോഴത്തേക്ക് സമൂസ അടിച്ചു മാറ്റാൻ വേണ്ടി 3 കിറ്റുമായിട്ട് വരും. അള്ള ഹയവാൻ ഇതിനാണ് പള്ളിയിലോട്ട് വരുന്നത്. റമദാൻ ആകുമ്പോൾ 3 കിറ്റ് അരയിലും ഉണ്ട്, സമൂസയും ഇതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. നേരത്തെ അവ്വല് വക്കത്തി വരണമെന്ന് പറഞ്ഞില്ലേ, നേരത്തെ എത്തിയിട്ടുണ്ട് ഉസ്താദെ. ഹാദർ 6 മണിക്ക് എത്തി. എന്താ ബാങ്ക് വിളിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത്. കാരണം ഇവര് മഗ്‌രിബിന്റെ ബാങ്ക് എത്ര മണിക്കാന്ന് അറിയാൻ മേല, 5:45 വന്നിരിക്കുക. അതാണ് അവസ്ഥ.
സമൂഹത്തിൽ നടക്കുന്നില്ലേ? ഉണ്ടല്ലോ, എത്ര ആളുകൾ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. തങ്ങളുടെ പ്രഭാപൂരിതമാകുന്ന മുഖം തന്നെയാണ് സത്യം, തങ്ങളുടെ മുടിയടകൾ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ നബിയേ, തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പിണക്കവും വെച്ചിട്ടില്ല റസൂലേ. കേറി വരൂ റസൂലേ റസൂലേ. ജിബ്രീൽ അലൈഹിസ്സലാം പ്രകാശത്തിന്റെ ശോന്തലമാകുന്ന തീരത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, നബിയേ നബിയേ, ഇനി അങ്ങോട്ട് ഈ പാവപ്പെട്ട ജിബ്രീലിനെ കടക്കാൻ കഴിയില്ല റസൂലേ. തങ്ങൾ മുന്നോട്ട് പോകണേ റസൂലേ. ഇനി വന്നാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും റസൂലേ. പ്രകാശത്തിന്റെ ശോണിമ വീശുന്നതാകുന്ന ആകാശത്തിന്റെ സീമകൾ താണ്ടി ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ തിരുഹദറത്തിലേക്ക് പ്രവാചകനെ കടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നജ്മിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد وما رأى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നജ്മിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവും അവന്റെ റസൂലും നേർക്ക് നേരെ കാണുകയാണ്. അമ്പും വില്ലും എത്രമാത്രം ചേർന്നാണോ ഇരിക്കുന്നത്, അതേപോലെ അല്ലാഹുവും അവന്റെ റസൂലും നേർക്ക് നേരെ ഇരുന്നു കൊണ്ട് കാണുകയാണ്. അല്ലാഹുവിനെ കണ്ട മാത്രയിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്രേ, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ തിരുമുൾ കാഴ്ചകളും എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവേ നിങ്ങൾക്കാണ് അല്ലാഹ്, അഖില സ്തുതിയും നിനക്കാണ് അല്ലാഹ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പറഞ്ഞതായ വചനമാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു. നബിയേ നബിയേ, അല്ലാഹുവിന്റെ കരുണയും അവൻ്റെതാകുന്ന ഗുണങ്ങളും അവൻ്റെതാകുന്ന രക്ഷകളും അവൻ്റെതാകുന്ന സർവ്വ അനുഗ്രഹങ്ങളും തങ്ങൾക്കാണ് റസൂലേ. അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും നേർക്ക് നേരെ കാണുകയാണ്. മാ സാഗൽ ബസറു വമാ തഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബറാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിന്റെ സർവ്വ അനുഗ്രഹങ്ങളും സർവ്വ ദൃഷ്ടാന്തങ്ങളും നേർക്ക് നേരെ കാണുകയാ. ആ ഒരൊറ്റ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് സ്വർഗം കാണുകയാണ്. ആ ഒരൊറ്റ രാത്രിയിൽ നരകത്തിൽ അനുഭവിക്കുന്ന ശിക്ഷകൾ പ്രവാചകൻ നേരിട്ട് ദർശിക്കുകയാണ്. ആ ഒരൊറ്റ രാത്രിയിൽ ഖബറിൽ ജനങ്ങൾ പ്രയാസപ്പെടുന്നത് പ്രവാചകൻ കാണുകയാ. സുബ്ഹാനല്ലാഹ്.
അള്ളാന്റെ റസൂൽ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങുകയാണ്. ആകാശ സീമകളിൽ നിന്ന് ഇറങ്ങുകയാണ്. ആറാൻ ആകാശത്തേക്ക് ഇറങ്ങി ചെന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം നിൽപ്പുണ്ട്. പറഞ്ഞു, സമൂഹം അംഗീകരിക്കില്ല, അംഗീകരിക്കില്ല. അരയാൻ കടപ്പുറത്തേക്കല്ലേ പോകുന്നത്, അവിടെയുള്ളവർ മുഴുവനായി നമസ്കരിക്കില്ല. മുത്തുനബിയെ സമുദായം മുഴുവനും അംഗീകരിക്കില്ല. 50 വഖത്തുമായി പോകല്ലേ, പോകല്ലേ. 50 വഖത്തായിട്ട് പോകല്ല് ഖൗം അംഗീകരിക്കില്ല. ആര് പറഞ്ഞു? സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടു. ആറാൻ ആകാശത്തുണ്ട്. കയറിപ്പോകുമ്പോഴെവിടെയുണ്ട്, തിരിച്ചു വരുമ്പോഴുമുണ്ട്. ഇതേ മൂസാ നബി അലൈഹിസ്സലാമിനെ തന്നെ അതേ യാത്രയിൽ തന്നെ പ്രവാചകരെ കണ്ടു. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി ഇംദൽ കസീബിൽ അഹ്ബർ. പരിശുദ്ധമാക്കപ്പെട്ടതായ പലസ്തീനിൽ നിന്ന് മാറി ഒരു വലിയതാകുന്ന ചുവന്ന മണ്ണുള്ളതാകുന്ന ചെരിവ് എനിക്കറിയാം. നിങ്ങൾ എന്നോടൊപ്പം വന്നാൽ ഞാനത് കാണിച്ചു തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബറിൽ മൂസാ നബി അലൈഹി സ്വലാം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതേ യാത്രയിൽ തന്നെയാണ് മൂസാ നബി എവിടെയും കാണുന്നത്, ആറാൻ ആകാശത്തും കാണുന്നത്. അപ്പൊ അതിനർത്ഥം എന്താ? സ്വാലിഹീങ്ങളായ ആളുകൾ ദുന്യാവിൽ നിന്ന് വഫാത്തായാലും അവർ ഖബറിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, മനസ്സിലാക്കണം. ഖബറിൽ മാത്രമല്ല, അവരുടെ അർവാഹുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എല്ലാ നബിമാരെയും എവിടെ കണ്ടു നബിതങ്ങൾ? ബൈത്തുൽ മുഖദ്ദസിൽ കണ്ടതാണ്. അവിടെ നിന്ന് പ്രവാചകർ അവരെ പിന്നിൽ അണിനിരത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചതാ. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആകാശത്തേക്ക് കയറിയപ്പോൾ 1-ാം ആകാശത്ത് നേരത്തെ പിറകിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാം അവിടെയുണ്ട്. 2-ാം ആകാശത്ത് ഈസാ നബിയുണ്ട്, യഹ്യാ നബിയുണ്ട്. 3-ാം ആകാശത്ത് യൂസുഫ് നബിയുണ്ട്. 4-ാം ആകാശത്ത് ഇദ്രീസ് നബി അലൈഹി സ്വലാം ഉണ്ട്. 5-ാം ആകാശത്ത് ഹാറൂൻ നബിയുണ്ട്. 6-ാം ആകാശത്ത് മൂസാ നബിയുണ്ട്. 7-ാം ആകാശത്ത് ഇബ്രാഹിം നബിയുണ്ട്. ഇവരൊക്കെ എവിടെ ഉണ്ടായിരുന്നു? 10 മിനിറ്റ് മുമ്പ് എവിടെ ഉണ്ടായിരുന്നു? ഭൂമിയിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കാനുണ്ടായിരുന്നു, ഒക്കെ പറയിലുണ്ടായിരുന്നു. അവരെല്ലാം ഞൊടിയിടയിലെല്ലാം കയറി അവരുടെ സ്ഥാനങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു, ഇതേ മൂസാ നബിയെ തന്നെ യാത്രയിൽ ഞാൻ എവിടെ വെച്ച് കണ്ടു? ഇതേ യാത്രയിൽ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു, നബി മുഹമ്മദ് മുസ്തഫ. അതേ മൂസാ നബി തന്നെ എവിടെയും കാണുകയാണ്, 6-ാം ആകാശത്തും കാണുകയാണ്. അതാണ് സാലിഹീങ്ങളായുള്ള ആളുകളുടെ ആത്മാവ് ഇങ്ങനെ സഞ്ചരിക്കും, മനസ്സിലായിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവര് ഖബറിൽ പോയി വെറുതെ ഉറങ്ങല്ല, നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അവർക്ക് പല പരിപാടികളുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 വഖത്ത് നിസ്കാരവുമായി അല്ലാഹ് നൽകിയതാണ്. ആ നിസ്കാരവുമായി ഇറങ്ങി ഇതാ കാണുന്നു 6-ാം ആകാശത്ത് ബഹുമാനപ്പെട്ട മൂസാ നബി പറഞ്ഞു, ഇസ്രായേലി ജനതയോട് ഇതേപോലെ ആരാധന നിർവഹിക്കാൻ പറഞ്ഞിട്ട് ഒരൊറ്റ ഖൗമ നന്നായിട്ടില്ല, അതുകൊണ്ട് ഈ 50 വഖത്തുമായിട്ട് പോകരുത്, നാട്ടുകാരെ അമൽ ചെയ്യില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചുവിട്ടു. അള്ളാഹുക്ക് പോയി കുറയ്ക്കാൻ പറയും, ഇല്ലെങ്കിൽ അടങ്ങേറാവും. നേരെ തിരിച്ചുപോയി, 9 പ്രാവശ്യം തിരിച്ചുപോയി. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ 9 പ്രാവശ്യം കണ്ടു. തിരിച്ചു പോവാൻ ഓരോ വട്ടം 9 പ്രാവശ്യം തിരിച്ചുപോയി. ഓരോ വട്ടം ചെല്ലുമ്പോഴും 5 വീതം കുറച്ചു കൊടുത്തു. ആദ്യത്തെ വട്ടം ചെന്നപ്പോൾ 50 എന്നുള്ളത് 45 ആക്കി കൊടുത്തു. പിന്നീട് നാം വീണ്ടും ചെന്നപ്പോഴത്തേക്കും 40 ആക്കി കൊടുത്തു. വീണ്ടും ചെന്നപ്പോൾ 35 ആക്കി. വീണ്ടും ചെന്നപ്പോൾ അത് 30 ആക്കി. വീണ്ടും ചെന്നു 25 ആക്കി. വീണ്ടും ചെന്നു 20 ആക്കി. വീണ്ടും ചെന്നു 15 ആക്കി. വീണ്ടും ചെന്നു 10 ആക്കി. വീണ്ടും ചെന്നു 5 ആക്കി. എത്ര വട്ടം പോയി? 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയാണ്. ഓരോ 5 വീതം കുറച്ചു കൊണ്ടുവരുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയും, പോരാ, ഇതൊന്നും നടക്കുന്ന കേസല്ല, നടക്കൂല മോനെ, തിരിച്ചു പോകും. ഞാൻ അത്രത്തോളം ഉമ്മത്തിനോട് പറഞ്ഞിട്ട് ഇടങ്ങേറായതാണ്, അവർ നിസ്കാരം കൈക്കൊള്ളൂല, ഇബാദത്ത് അനുഷ്ഠിക്കൂല. ഞാൻ ഇസ്രായേലി ജനതയോട് ഇതിനേക്കാൾ വലിയ കാര്യമൊക്കെ പറഞ്ഞതാ, ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു കൊടുത്താ, പക്ഷെ കൗമ നന്നായിട്ടില്ല, അതുകൊണ്ട് ഇതുമായിട്ട് പോകരുത്. അവസാനം 5 വന്നപ്പോഴും മൂസാ നബി ഇടപെട്ടു, പോകരുത്, ഈ 5 അരയാൻ കടപ്പുറത്തുള്ള കൗമ നിസ്കരിക്കൂല, ഈ 5 ശ്രദ്ധിക്കാത്ത കൗമുണ്ട് അവിടെ. അങ്ങനെ പറഞ്ഞു, അല്ലാതെ പൊയ്ക്കോളാനല്ല പറഞ്ഞു. ഈ 5 നിസ്കരിക്കാതെ ടീമുകളുണ്ട്, പോകല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വല്ലാതെ ലജ്ജിക്കുകയാണ്. ഫസ്തഹിയൈതു, ഞാൻ അള്ളാഹുവിനോട് വല്ലാതെ ലജ്ജിച്ചു. കാരണം 9 വട്ടം പോവാണ്, ഓരോ വട്ടം പോകുമ്പോഴേ അള്ളാഹ് 5 വീതമായി എടുക്കുന്നത്. ഇനി ഞാൻ ഒരു വട്ടം കൂടെ പോയപ്പോൾ ചിലപ്പോൾ ഈ 5 കൂടെ അങ്ങ് എടുക്കും, പിന്നെ തീരെ ഉണ്ടാവൂല.
ഒന്നത്. രണ്ടാമത് അള്ളാഹുവിന്റെ അടുക്കൽ പോയി ഞാനങ്ങ് നാണിക്കുകയാണ്. എത്ര വട്ടാ പോകുന്നത്? അതും ഈ ഇബാദത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ 5 എന്തായാലും നിന്റെ സൗമു ചെയ്യും. നബി തങ്ങളുടെ ഒരു പ്രത്യാശയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്ത്? ഇതിലുള്ളതാകുന്ന ഒരു വഖത്ത് നിർവഹിച്ചാൽ, 5 നേരത്തെ ഒരു വഖത്ത് നിർവഹിച്ചാൽ അവന് കിട്ടുന്ന നേട്ടം 10 വഖത്ത് നിർവഹിച്ച പ്രതിഫലമാണ്. 2 വഖത്ത് നിർവഹിക്കുമ്പോൾ അഥവാ സുബൈ നിസ്കരിക്കുമ്പോൾ 10 വഖത്ത് നിസ്കരിച്ച പ്രതിഫലം, ളുഹറാകുമ്പോൾ 20ആയി, അസറാകുമ്പോൾ 30ആയി, മഗ്രിബാകുമ്പോൾ 40ആയി, ഇശാവും കൂടി ആകുമ്പോൾ 50ആയി. അപ്പൊ 50 വഖത്ത് ഞാൻ ആദ്യം തന്നതിനോട് ഏകദേശം കിടപിടിക്കും. ഈ 5 വഖത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, വലിയ സന്തോഷം, അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുമായിട്ടാണ് വന്നിട്ട് എന്തോ പറഞ്ഞത് നമ്മളോട്. എന്ത് പറഞ്ഞത്? ഈ 5 വഖത്ത് മുറുകെ പിടിക്കുന്നു. എന്തിനാ ഈ 5 വഖത്ത് നിസ്കരിക്കുന്നത്? എന്തിനാണ്? ഹദീസ് കേട്ടോ. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സറഹു അയൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിദ് അലാ സ്വലവാതിൽ ഖംസാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ നേർക്ക് നേരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവനെ 5 വഖത്ത് നിസ്കാരം ഒന്ന് മുറുകെ പിടിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹയെ കാണാൻ ആഗ്രഹിക്കുന്നവൻ ഈ 5 വഖത്ത് നിസ്കാരം പൂർത്തീകരിക്കട്ടെ. ശരിക്കും മനസ്സിലാക്കണം, നമുക്ക് ആരെ കാണലാണ് ആവശ്യം? പറയിൻ. അല്ലാഹയെ കാണലാണ്. നാളെ തിരൂര് ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാൾ ഉദ്ഘാടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സിനിമാ നടൻ വരുന്നു, അല്ലെങ്കിൽ ഒരു നടി വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവരെ കാണാൻ വേണ്ടി പോയി നേരത്തെ മണിക്കൂറുകൾക്ക് മുന്നിൽ പോയി ക്യൂ നിൽക്കലല്ല വേണ്ടത്. അവരെ കാണുന്നതിലല്ല നിനക്ക് ലക്ഷ്യം വേണ്ടത്. ആരെ കാണാനാണ്? അല്ലാഹയെ കാണാനാണ്. കാരണം എന്തുകൊണ്ട് ഈ കണ്ടതാകുന്ന നടീ നടന്മാരെയും ഒക്കെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹുവാണ്. ഈ കണ്ട നടീ നടന്മാരെയും ഒക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നിങ്ങളുടെ കണ്ണുകളിൽ അവർക്ക് സൗന്ദര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ ആ സൗന്ദര്യബോധത്തെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഈ ലോകത്ത് നിന്റെ കണ്ണിലുടക്കിയതാകുന്ന സ്ത്രീ വിഭാഗത്തെയും നിന്റെ കണ്ണിലുടക്കിയതാകുന്ന പുരുഷ വിഭാഗത്തെയും അവരുടേതാകുന്ന ആകാര സൗഷ്ഠവങ്ങളെയും അംഗലാവണ്യം ഒക്കെ പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹു എത്ര സുന്ദരനാണപ്പോൾ ചിന്തിക്കണം നമ്മൾ. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും സൗന്ദര്യം കൊടുത്തിട്ട് അവനാണ്, അല്ലാഹയാണ് കൊടുത്തത്. ആണോ അല്ലയോ? ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിൽ സൗന്ദര്യം കാണുന്നുണ്ട് എങ്കിൽ, മറ്റേതെങ്കിലും സഹോദരിമാരിൽ നിങ്ങൾക്ക് സൗന്ദര്യം ദർശിക്കുന്നുണ്ട് എങ്കിൽ ആ സൗന്ദര്യമൊക്കെ നൽകിയത് ആരാണ്? അല്ലാഹുവാണ്. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാകുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അഷ്റഫുൽ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന സൗന്ദര്യ സ്വരൂപനാകുന്ന പ്രവാചകനെ പടച്ചതും അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹ് എത്ര വലിയ ഗ്ലാമറുള്ള വ്യക്തിയാണ് മനസ്സിലാക്കണം. ഈ ലോകത്ത് നിന്റെ കണ്ണിൽ ഏറ്റവും വലിയ കൗതുകമുള്ളതാണ് നിനക്ക് ഏറ്റവും വലിയ മാളുകൾ. ചില സ്ത്രീകളൊക്കെ ലുലുമാളിൽ കയറിയ പിന്നെ ഇറങ്ങൂല, അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങത്തില്ല. അവസാനം ഇറങ്ങി വരുമ്പോൾ 10,000 രൂപ ബില്ല്, ഹലാക്ക്. വെറുതെ ഒന്ന് കൊണ്ടുപോയതാ, കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുന്നില്ല. കയറാൻ വേണ്ടി ഫാത്തിഹ ഓതി, ഇറങ്ങാൻ വേണ്ടി ഹത്ത് ഓതേണ്ടി വരും. അതാണ് അവസ്ഥ. കാരണം അതിനകത്ത് ഇവരെ കണ്ണഞ്ചിപ്പിക്കുന്ന, ഇവർ ജീവിതത്തിൽ കാണാത്ത പല സാധനങ്ങളും കാണുകയാണ്. അപ്പോൾ പിന്നെ അതിലെല്ലാം തൊട്ടും തലോടി ഇങ്ങനെ നിന്ന് പോവാൻ. നമുക്ക് ദുനിയാവിൽ കൺകുളിർമയാകുന്ന വസ്തുക്കൾ ഇതൊക്കെയാണല്ലോ, മാളുകൾ, പാർക്കുകൾ, ഇത്തരത്തിലുള്ളതാകുന്ന സൗകര്യങ്ങൾ. ഇനി അതിനേക്കാൾ വിശാലമായി നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ണുകൊണ്ട് കാണാത്ത, നിന്റെ കാതുകൾ കൊണ്ട് ഇന്ന് വരെ കേൾക്കാത്ത, ഒരിക്കലും നിന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും തന്നെ എത്തിപ്പെടാത്തതാകുന്ന മനോഹരമായ കമനീയമാകുന്ന സ്വർഗം, ആ സ്വർഗത്തെയും പടച്ചത് അല്ലാഹുവാണ്. സ്വർഗം ഒരു സൃഷ്ടി, ഞാനും നീയും ഒരു സൃഷ്ടി, അല്ലാഹുവിന്റെ. മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെയല്ല കാണാൻ ആഗ്രഹിക്കേണ്ടത്? സ്വർഗം കാണാനും അല്ല, സ്വർഗം കിട്ടാനും അല്ല അമൽ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സൂഫിയാക്കളൊക്കെ അമൽ ചെയ്യുന്നത് സ്വർഗം കിട്ടാനല്ല.
നമ്മൾ നിസ്കരിക്കാൻ നോമ്പുടിക്കുന്നതൊക്കെ എന്തിനാണ്? സ്വർഗം കിട്ടാനാണ്. യഥാർത്ഥത്തിൽ എന്തിനല്ല ചെയ്യേണ്ടത്? സ്വർഗം കിട്ടാനല്ല. പിന്നെന്തിനു വേണം? അള്ളാഹയെ കാണാനാണ് അമൽ ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? സ്വർഗവും ഞാനും നീയും ഒക്കെ എന്താണ്? പടപ്പുകളാണ്, സൃഷ്ടികളാണ്. എന്നെ പടച്ചതുപോലെ തന്നെ നിങ്ങളെ പടച്ചതുപോലെ തന്നെ അള്ളാഹു പടച്ചതാകുന്ന ഒരു പടപ്പാണ് എന്താണ്? സ്വർഗം. അത്രേ ഉള്ളൂ. അത് കാണാൻ ആഗ്രഹിക്കുക. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നതിൽ അതിശയോക്തിയില്ല, ഒരു കാര്യമില്ല, അതിനൊരു പ്രസക്തിയില്ല. മറിച്ച് സൃഷ്ടി ആരെ കാണാനാണ് ആഗ്രഹിക്കേണ്ടത്? ഇതിനെയെല്ലാം പടച്ച സൗന്ദര്യ സ്വരൂപനായ അള്ളാഹയെ കാണാൻ ആഗ്രഹിക്കണം. അള്ളാഹയാണ് കാണാൻ ആഗ്രഹിക്കണം. ഒന്നുമല്ല, മറിച്ച് അവർക്കുടെ ചിന്ത എന്താണ്? അള്ളാഹയാണ്, അള്ളാഹ് മാത്രമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, മൻ സറഹു അയൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിദ് അലാ സ്വലവാതിൽ ഖംസ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അവർ 5 വഖത്ത് നമസ്കാരം ഒന്ന് മുറുകെ പിടിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹയെ കാണണമെങ്കിൽ എന്ത് വേണം? നിസ്കാരം പക്കായിരിക്കണം. സുബഹി പക്കായിരിക്കണം, അളുഹർ, അസർ, മഗ്രിബ്, ഇശാ ഒക്കെ കറക്റ്റ് ആയിരിക്കണം. തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പറ്റൂല. കല്യാണമുണ്ട്, കല്യാണം എല്ലാം കഴിഞ്ഞ് ബിരിയാണിയും കഴിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരു 3:30 ആകുമ്പോൾ ലോറൊക്കെ ഇരിക്കും. ആ പരിപാടി വേണ്ട. അങ്ങനെ നിസ്കരിച്ച നിസ്കാരം എന്തല്ല? അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല. മനസ്സിലാക്കിയ സ്വീകാര്യതയില്ല, വെറുതെ നിസ്കാരമാണ്. ചില ആളുകൾ അധികം അങ്ങനെയാണ് നിസ്കരിക്കുന്നത്. അവന്റെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞിട്ട് തോന്നുമ്പോൾ സല്ലി എന്ന് പറയും. തോന്നുമ്പോൾ നിസ്കരിക്കുക. അവന് തോന്നുകയാണ് നിസ്കരിച്ചേക്കാം, എന്താ പറയുക, അങ്ങനെ എല്ലാം കൂടി ജമ്മ് ചെയ്തിട്ട് നിസ്കരിക്കുക. യാത്രക്കാരനല്ലാത്ത അല്ലെങ്കിൽ രോഗികളായ വ്യക്തികളായ ആളുകളല്ലാത്തവർക്ക് അങ്ങനെ ആവശ്യമില്ലാതെ നമസ്കാരത്തെ ജംഅ ചെയ്യാൻ വിശുദ്ധ ഇസ്ലാമിൽ നിയമമില്ല. ഒരു നിസ്കാരം ളുഹറിനെ അസറിലേക്ക് ബന്ധിച്ച് അല്ലെങ്കിൽ മുന്തിച്ച് അസറും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇതെന്താ നടക്കുന്നത്? എല്ലാവരും നിസ്കാരം തോന്നുമ്പോൾ നിസ്കരിക്കാൻ, അസർ നിസ്കാരം ഒക്കെ മഗ്രിബിന്റെ സമയത്ത് പോയി നിസ്കരിക്കും. സ്ത്രീകൾ ളുഹർ അധികം ആളുകൾ നിസ്കരിക്കുന്ന ഒരു 3-3:30 ആകുമ്പോൾ ഒന്നു എടുത്ത് കുളിച്ച് റെഡിയായി പിന്നെയാണ് നിസ്കരിക്കുക. കാരണം എന്താ? അടുക്കളയിലായിരുന്നു, ഇത്രയും ദിവസം അഴുക്കിലായിരുന്നു. എന്താ അഴുക്ക്? ഒന്നു എടുത്തിട്ട് വന്ന് നിസ്കരിച്ചുകൂടെ? കുളി നിർബന്ധമായ അവസ്ഥയൊന്നുമല്ലല്ലോ, റാഹത്തായിട്ട് വന്ന് നിസ്കരിച്ചുകൂടെ? നമസ്കാരത്തെ അലസത വെച്ചിട്ട് ഇങ്ങനെ പിന്തിപ്പിക്കുക, എല്ലാം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുക. മഗ്രിബിലേക്ക് വെച്ച് അസറിനെ പിന്തിപ്പിക്കുക, മഗ്രിബ് നിസ്കാരത്തെ ഇശായിലേക്ക് വെച്ച് പിന്തിപ്പിക്കുക. ഇശാ നമസ്കാരം തോന്നുമ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്തോ 2 മണിക്കൊക്കെ വന്ന് നിൽക്കുക. ചില കച്ചവടക്കാരും ചില ആളുകളുണ്ട്, അവരുടെ എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ പാതിരാത്രി സമയത്ത് ളുഹർ, അസർ, മഗ്രിബ്, ഇശായും കൂടി വന്നിട്ട് പള്ളി വന്ന് നിസ്കരിക്കുന്ന ടീമുണ്ട്. ചില ടീമുകൾ സുബൈ നിസ്കരിക്കുന്നത് തന്നെ ജുമഅയുടെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ളുഹറിന്റെ തൊട്ട് മുമ്പ് പള്ളി വന്നിട്ട് കൈപൊക്കി ഇങ്ങനെ നിൽക്കുന്നതാണ്. കുനു തോയിക്കൊണ്ടിരിക്കുക. ആചാര്യ ഒരു നാണം ഇല്ല. പണ്ടൊക്കെ ഇച്ചിരി ഇങ്ങനെ നാണം ഉണ്ടായിരുന്നു. അപ്പൊ നാണവും മാനവും എടുത്തുപോയി. ജുമയ്ക്ക് ഇമാം മിമ്പറിൽ ഹുത്തുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആചാര്യ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. സംഭവം കുനു തോതിക്കൊണ്ടിരിക്കുക. അല്ലാഹു മഹ്ദിനാ ഫിമൻ ഹദീത്, ഹിദായത്ത് തരണേന്ന്. വെള്ളമെല്ലാം പോയിട്ട് അയക്കുന്നത്. സുബഹിക്കരിക്കുക എപ്പം? ഉച്ചയ്ക്ക് 12:45 പള്ളി വന്നിട്ട്. എന്നാൽ അത് തന്നെ ഒന്ന് മാറിപ്പോയി എന്നിട്ട് അതും ഇല്ല. ഫ്രണ്ട് സഫയിൽ ഞാൻ പള്ളി വന്നിട്ടുണ്ട്, ജുമയ്ക്ക് എത്തിയിട്ടുണ്ട്, ഹാളിർ ഹാളിർ ഹാളിറു ഈ മജ്‌ലിസിൽ ഹാളിറു. ആ കളി അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നടക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ സ്വല്ലൽ അബ്ദു ഫീ അവ്വലി വഖ്തിഹാ സഅദത ഇല സമാ